കാട്ടിൽ പോയിട്ട് ആനേനെ കണ്ടിട്ടുണ്ടോ? ഇതേ നിൽക്കുന്നതാണോ കാട്ടിൽ നിൽക്കുന്ന ഒരു ആന. തൃശ്ശൂരുകാർക്ക് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ കാട്ടിൽ നിൽക്കുന്നതായാലും പൂരപ്പറമ്പിൽ നിൽക്കുന്ന ആനയായാലും അവർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആനേനെ കാണാൻ പോയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ പോണ ട്രിപ്പിനകത്ത് കാട്ടിലൂടെയാണ് യാത്ര, ബൈക്കിലാണ്, തൃശ്ശൂരുകാരുടെ കൂടെയാണ്. കൂട്ടത്തിൽ കുറേയധികം വെള്ളച്ചാട്ടങ്ങളും കാടും മരങ്ങളും അതുപോലെ തന്നെ കുറേയധികം കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവും. മലനിരകൾ, അങ്ങനെ കുറേയധികം കൂട്ടത്തിലൊരു KSRTC ബസ് പോകണമെന്ന് ചെയ്തു. അങ്ങനെ പോയിട്ടുള്ളൊരു മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടാണോ. കിഡു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നേരെ മലക്കപ്പാറ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറൊരു വൈബാണ്. അവിടെയാണെങ്കിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളും ഷോളയാർ ഡാമൊക്കെ കണ്ട് നല്ല അടിപൊളി ട്രിപ്പായിട്ട് തിരിച്ചു വരാവുന്നൊരു സ്ഥലമാണ്. കൂട്ടത്തിൽ നല്ലൊരു കോടമഞ്ഞും കിട്ടി, സംഗതി സൂപ്പറായി. അങ്ങനെ പോയിട്ടുള്ളൊരു ട്രിപ്പാണ്. പിന്നെ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴയുണ്ട്, കോടയുണ്ട്, വെയിലുണ്ട്, എല്ലാം കൂടെ കിട്ടുന്ന ഒരു മിക്സ്ഡായിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാ റൈഡേഴ്സിനും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് വനപാതയും കൂടെയാണ്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂർ പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ അതിരപ്പള്ളിയിൽ അവിടുത്തെ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ടൂറ് അതിൻ്റെ സൂപ്പർ പിക്കപ്പിൽ എത്തിച്ചേരുകയും ചെയ്യും. നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. പക്ഷേ വീഡിയോസ് നമ്മൾ തുടങ്ങുന്നത് അതിരപ്പള്ളി റൂട്ടിൽ വെച്ചിട്ടുണ്ടാവും. അതിരപ്പള്ളി റോഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല അടിപൊളി റോഡാണ്, കംപ്രമൈസ്ഡ് റോഡാണ്. സ്മൂത്തായിട്ട് എല്ലാ റൈഡേഴ്സിനും പോകാൻ പറ്റുന്ന ഒരു റോഡാട്ടോ. ബൈക്കിന് പോവുകയാണെങ്കിൽ അതിൻ്റെ ഫീൽ വേറെ തന്നെയാണ്. പോണ വഴിക്ക് കുറേ ആനകളൊക്കെ ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ വന്യമൃഗങ്ങളുണ്ടെന്നുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഒന്നിനെ തന്നെ നമുക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല. നേരെ നല്ല പച്ചപ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു കാടിൻ്റെ പ്രതീതിയുള്ള റോഡിലൂടെ പോവുകയാണ്. കൂട്ടത്തിൽ നമുക്ക് എണ്ണപ്പാടങ്ങൾ കാണാൻ പറ്റും, അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റും, സിൽവർ സ്റ്റോൺ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. പിന്നെ പോണ വഴിക്ക് നമ്മൾ കാണുന്നൊരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് നല്ല ഫ്രഷപ്പ് ആയിട്ട് പെട്രോളൊക്കെ ഫിൽ ടാങ്ക് അടിച്ച് നേരെ പോകുന്നൊരു സെറ്റപ്പ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് പോയിന്റിൽ നിന്ന് നേരെ പോവുകയാണ്. മലക്കപ്പാറ റൂട്ടാണ് ഇത്. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഒരു 1-2 വർഷത്തിന് മുമ്പാണ് ഈ റോഡ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തത്. അതിക്ക് മുമ്പ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അത്യാവശ്യം നല്ല വന്യമൃഗങ്ങളൊക്കെ ഉള്ള റോഡാണ്. ഇപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് വാഴച്ചാലിലേക്കാണ്. വാഴച്ചാലിലേക്ക് പോകുമ്പോഴായാലും നല്ലൊരു ഫീലുള്ള ഒരു റോഡാണ്. ശരിക്കും 2 സൈഡിലൊക്കെ ഒത്തിരി മരങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഒരു യാതൊരു വിധ ശല്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തൊരു അടിപൊളി റോഡാണ്. കുറേയധികം ഇല്ലികളും അങ്ങനെ കുറേയൊക്കെ ഒരു, പിന്നെ പോരാതെ നമുക്ക് ചാലക്കുടി പുഴ ഒരു സൈഡിലൂടെ ഒഴുകുന്നതായിട്ട് കുറച്ചും കൂടെ ഇതൊരു ഹാർഷായിട്ട് ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുറേയധികം ഫിലിമുകളുടെ ഒക്കെ ഒരു ലൊക്കേഷൻ പോയിന്റിലൂടെയാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്തൊരു പോയിൻറ്റ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഈ താഴെ ഈ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ പുഴ ഒഴുകുന്നത്. ആ ഭാഗത്താണ് കൂടുതൽ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പോണ വഴിക്ക് നമ്മളൊരു അടിപൊളി വെള്ളച്ചാട്ടവും കാണാനായിട്ട് പറ്റും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് സൂചിപ്പാറ എന്നാണ്. ഇപ്പോഴാണ് ഈ ഒരു വ്യൂ പോയിന്റ്. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടം നല്ല രസമായിട്ട് കാണാനായിട്ട് പറ്റും. ഈ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ നമ്മുടെ മുഖത്തടിക്കുന്ന ഒരു ഫീലൊക്കെ നമുക്ക് അവിടെ നിന്നുണ്ടാവും. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവായിരുന്നു, തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോവുകയാണ്. പോണ വഴിക്ക് നമുക്ക് ഈ പുഴയൊന്ന് കടക്കണം. നല്ലൊരു പാലമൊക്കെ ഉണ്ട് അവിടെ. ചാലക്കുടി പുഴ തന്നെയാണ്. പോയ ടൈമിംഗ് എന്ന് പറയുന്നത് ഗംഭീര ടൈമിംഗ്. കാരണം മഴക്കാലമാണ്,
അപ്പോൾ ആ മഴക്കാലത്തിൻ്റെ ഒരു പച്ചപ്പും ഒരു തണുത്തൊരു അന്തരീക്ഷമൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലൊക്കെ നല്ല കോടയുണ്ടായിരുന്നു. പിന്നെ ബൈക്ക് റൈഡേഴ്സിന് ഏറ്റവും ബെസ്റ്റ് റൂട്ടും കൂടെ ആയിട്ടുണ്ട്. ശരിക്കും ഒത്ത കാടിന് നടുവിലൂടെ നമുക്കൊരു ഇത്രയും സ്മൂത്തായിട്ട് പോകുന്ന വേറെ ഡെസ്റ്റിനേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ റൂട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഗംഭീര റൂട്ട് തന്നെയാണ്. നമുക്കൊരിക്കലും പറഞ്ഞ് നമ്മളെ ഫലിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ഇത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതായിട്ടുള്ള റൂട്ടാണ്. അവിടുത്തെ കാറ്റും പച്ചപ്പും സ്മെല്ലും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള നമ്മുടെ ഫോണൊന്നും വർക്ക് ചെയ്യില്ല. അത് തന്നെ നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഒരു 50-55 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽ വേറെ തന്നെയാണ്. പിന്നെ എപ്പോഴും നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും കേട്ടോ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണുക എന്നുള്ളത്. നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഭാഗ്യങ്ങളൊന്നും ഉണ്ടല്ലോ. കുറച്ച് കുരങ്ങന്മാരും മയിൽ അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങൾ മാത്രമാണ് കാണാൻ പറ്റിയത്. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റും. ഒരു അമ്മയും അതിൻ്റെ അപ്പുറം പിന്നെ കൊച്ചു കൊടുക അടങ്ങിയിട്ടുള്ള ഒരു ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റിയിട്ടു. അതൊക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. നന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ പോണ പോക്കെന്ന് പറയുന്നത് കുറേയധികം മിക്സഡായിട്ടുള്ള കുറേയധികം മരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കുറേയധികം വ്യൂ പോയിൻറ്റ്സുകളുണ്ട്. നമ്മൾ 5-6 പ്രാവശ്യം ഞാനിപ്പോൾ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ഇപ്പോൾ പോയപ്പോൾ പോലും ഞങ്ങൾ പുതിയ പുതിയ വ്യൂ പോയിൻറ്റ്സുകൾ അല്ലെങ്കിൽ ആവുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുകയും ചെയ്തു. പിന്നെ ഒത്തിരി അധികം സമയമൊന്നും നമുക്ക് നിർത്താനൊന്നും പറ്റില്ല. ഇതിനിടയിൽ നിർത്തി കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഉറപ്പാണ്. ജസ്റ്റ് എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണുക, കുറച്ചൊന്ന് സ്പീഡ് കുറച്ച് കാണുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ഓപ്ഷൻ. പിന്നെ അതിന് പോണ വഴിക്ക് തന്നെ കുറേയധികം ഡാമുകളുടെ റിസർവർ പോയിന്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ചെറിയ തടാകമൊക്കെ പോലെ തോന്നുന്ന അല്ലെങ്കിൽ ആ ജലസംഭരണി എന്നുള്ള രീതിയിനകത്ത് നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. എല്ലായിടും തന്നെ ആനപ്പിണ്ടൊക്കെ കാണാൻ പറ്റൂടെ. കാരണം ആനകളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യം അവിടെ ഉണ്ട്. നമ്മളെ കാടുകളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇതായതുകൊണ്ട് അവർ മിക്കപ്പോഴും തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. നമ്മൾ അത്യാവശ്യം സൂക്ഷിച്ചൊക്കെയാണ് പോകുന്നത്. നമ്മൾ 3 ബൈക്കിലാണ് പോയത്. 3 ബൈക്കും ഒരേപോലെ തന്നെ ഒരേ സ്പീഡിൽ തന്നെ വലിയ റഷൊന്നും അടിക്കാണ്ട് വളരെ എൻജോയ് ചെയ്ത് പോയതാണ്. അങ്ങനത്തെ ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്. ഒരു ഗോപ്രോ ക്യാമറയിൽ മാത്രം പകർത്തിയിട്ടുള്ള വിഷ്വൽസാണ്. അതാണ് അധികം ഷെയ്ക്കോ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ബൈക്കിൽ വെച്ച് ചെറിയ കൈമ വെച്ച് കയ്യിലിരുന്ന് പിടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ചെറിയൊരു ക്യാമറയിൽ മാത്രം പകർത്തിയിട്ടുള്ള വിഷ്വൽസാണ്. വളരെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകുന്നൊരു സംഭവം. ഒരു കെട്ടിടങ്ങളോ അങ്ങനെ ഒന്നും തന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല. ചെറിയ ഇലക്ട്രിക് കമ്പികൾ മാത്രമാണ് കൂടുതലുള്ളതാണ് കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്ത് പോകുന്നതാണ് ആ ഫ്രണ്ട്. കുറേയധികം വ്യൂ പോയിൻറ്റ്സുകളുണ്ട് ഇതിനിടയിൽ. നമുക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തെ പോലെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്കാണ് കുറേയധികം ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇറങ്ങാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനോ അവിടെ ഇല്ല. നമുക്ക് ജസ്റ്റ് വണ്ടിയിൽ ഇരുന്ന് കാണാവുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്.
പോണ വഴിക്ക് നമുക്കൊരു ആനവണ്ടി കാണാൻ പറ്റി. റെഡ് ഉണ്ടായില്ല, വൈറ്റ് ബ്ലൂവും കൂടി കൂടിയിട്ടുള്ള ആയിരുന്നു. എങ്കിലും നല്ല രസമാണ് ഗാർഡനുള്ളിലൂടെ നമ്മൾ ആനവണ്ടി പോകുക എന്നുള്ളത് നമുക്കൊരു ഫീൽ തന്നെയാണ്. പിന്നെ കുറേ അധികം വ്യൂ പോയിൻറ്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. നമുക്ക് ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. പിന്നെ ഇതും ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. അത്യാവശ്യം അവിടെ കുറേയൊക്കെ നിന്ന് ഇത് ശരിക്കും കാട്ടിൽ നിന്നൊക്കെ കുറേ കൂടെയൊക്കെ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിലൊക്കെ നമുക്ക് ഇറങ്ങുന്നതിന് വലിയ കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു അടിപൊളി ഒരു സ്ഥലം. പിന്നെ കാണുന്നതാണ് നമ്മൾ ഷോളയാർ ഡാമിൻ്റെ ഒരു റിസർവ് പോയിൻ്റാണ് ഈ കാണുന്നത്. ശരിക്കും അവിടെ നിന്ന് കാണാവുന്ന അത്രയുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ട് നമുക്കൊരു മഴക്കാലമൊക്കെ ആണെങ്കിൽ ഫില്ലായിരിക്കും, നല്ല രസമായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളവിടെ അനുഭവിക്കുന്ന ഒരു റിലാക്സേഷൻ പരിപാടികളൊക്കെയാണ്. ഭയങ്കര റിലാക്സ് ചെയ്ത് നമുക്ക് വണ്ടി ഓടിച്ചപ്പോൾ യാതൊരു തിരക്കുകളില്ല, അധികം വണ്ടികളില്ല, വേറെ കെട്ടിടങ്ങളോ ശല്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, സിഗ്നൽസ് ഒന്നുമില്ല. പിന്നെ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സ്മൂത്ത് റോഡാണ്. നമ്മുടെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാവുന്ന എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിശ ബോർഡുകൾ, സൈൻ ബോർഡ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ കൂളായിട്ട് ചില്ലായിട്ട് പോകാവുന്നൊരു സ്ഥലമാണ്. പിന്നെ ഒരു അധികം സ്പീഡൊന്നും ഇല്ലാണ്ട് പോകുന്നതാണ് എപ്പോഴും നമുക്കെപ്പോഴും സെക്യൂരിറ്റി. കാരണം എപ്പോൾ വേണമെങ്കിലും മൃഗങ്ങൾ വട്ടം ചാടാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഇടയ്ക്ക് സംഭവിക്കാം. പക്ഷേ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു 40, 50, 60 കിലോമീറ്റർ സ്പീഡിന് മേലോട്ട് ഒരിക്കലും പോകരുത് തന്നെയാണ് അവർ പറയാം. നമ്മൾ ഏറ്റവും റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡായതുകൊണ്ട് ഇങ്ങനെ പോകാം. പിന്നെ ഈ റോഡൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ സെറ്റ് ചെയ്തതാണ്, നല്ല രസമായിട്ട്. അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്തി. മലക്കപ്പാറ എന്ന് പറയുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. തമിഴ്നാടല്ല, ശരിക്കും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പെടുന്ന സ്ഥലം തന്നെയാണ്. അവിടെ കൂടുതലും തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, നല്ല പച്ചപ്പാണ്, നല്ല രസമായിട്ട് നാളത്തെ റോഡിലൂടെയൊക്കെ പോകാമെന്നാണ്. നമ്മൾ അധികം എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ നിന്നൊന്നുമില്ല. നമുക്ക് ആകെ 1-2 മണിക്കൂർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. ഈ 55 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഏകദേശം 3 മണിക്കൂറാണ് എടുത്തത്. അത് നമ്മൾ വളരെ സ്ലോ ആയി വന്നതുകൊണ്ട് മാത്രമാണ് അത്രയും സമയം നമ്മൾ എടുത്തത്. മലക്കപ്പാറ നമ്മൾ ഇറങ്ങി അവിടുത്തെ ടീ പ്ലാന്റേഷനിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു. നേരെ നമ്മൾ ഷോളയാർ ഡാമിലേക്കാണ് പോകുന്നത്. ഡാം എന്ന് പറയുന്നത് കാണാനായിട്ട് അത്രമാത്രമൊന്നുമില്ല. കേരളത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി അധികം വലിയ ഡാമുകളുള്ള സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷേ അവിടുത്തെ ആ തേയിലത്തോട്ടത്തിന് അവിടെ ചേർന്ന് നിൽക്കുന്നൊരു ഡാമായതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഒരു തമിഴ്നാടിൻ്റേതായിട്ടുള്ള കൾച്ചറാണ് അവിടെ ഉള്ളത്. ഭക്ഷണവും ആൾക്കാരൊക്കെ തമിഴ്നാട്ടുകാർ തന്നെയാണ് കൂടുതലുള്ളത്. അവരുടെ ഭാഷയും തമിഴ് തന്നെയൊക്കെയാണ്. അപ്പോൾ ഒരു തമിഴ് ടച്ചുള്ള കേരള ഗ്രാമമായിട്ട് വേണമെങ്കിൽ മലക്കപ്പാറയെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ നേരെ ഷോളയാർ ഡാമിലേക്കാണ് പോണേ. ഒരു കിടലിനായിട്ട് കാണാവുന്ന ഒരു ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്ത് നിൽക്കാവുന്ന, അല്ലെങ്കിൽ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലം. അത്രയായിട്ട് നമ്മളതിനെ കണ്ടിട്ടുള്ളൂ. അവിടെ ചെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു തിരിച്ചു വന്നു. ഡ്രൈവേഴ്സിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും പൊളി റോഡാണ്. എൻജോയ് ചെയ്ത് ഓടിക്കുന്ന നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെയാണ്. നല്ല രസമായിരുന്നു. നല്ലൊരു ഒട്ടും റഷില്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റിൽ നിന്ന് യാത്ര ചെയ്തിട്ടുള്ള സ്ഥലം. ഇതാണ് നമ്മുടെ ഷോളയാർ ഡാം. ഡാം തുറന്നിട്ടൊന്നുമില്ല. ചില സമയങ്ങളൊക്കെ പോയപ്പോൾ നന്നായിട്ട് തുറന്നിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താഴെയൊക്കെ വെള്ളം വരുന്ന ഫോഴ്സൊക്കെ കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ അവിടെ അധികം മഴയില്ലാത്ത ടൈം ആയതുകൊണ്ടായിരിക്കണം തുറന്നിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് മാത്രമാണ് വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇനി തിരിച്ചു വരുന്ന ടൈമിംഗ് ആയി. നമ്മൾ കാലത്ത് പോയി ഏകദേശം ഒരു 2 മണിയോടുകൂടിയാണ് അവിടെ എത്തിയത്. 4 മണിക്ക് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് നമ്മൾ
തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ നമുക്ക് വേറൊരു റെസ്ട്രിക്ഷൻസും കൂടെ ഉള്ളത്, അതിരപ്പള്ളിയിൽ 6 മണിക്ക് മുമ്പായിട്ട് ചെക്കൗട്ട് ചെയ്യാൻ വേണം. ഈ 2 മണിക്കൂർ മാത്രമാണ് നമുക്ക് തിരിച്ചു വരാനായിട്ടുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. തിരിച്ചു വരുമ്പോൾ 6 മണിക്കുള്ളിൽ എത്തണമെന്നുള്ളൊരു നമ്മുടെ ഒരു കാൽക്കുലേഷനും കൂടെ ഉണ്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി സ്പീഡിലാണ് നമുക്ക് വരാൻ പറ്റിയത്. അങ്ങനെ ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് നേച്ചുറൽ ബ്യൂട്ടിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വേറെ ഒന്നും തന്നെ അവിടെ കാണാനായിട്ടില്ല. നേച്ചുറൽ ബ്യൂട്ടി ആസ്വദിച്ച് അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് വരാനായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആട്ടോ ഈ റൂട്ട്. പ്രോ ഡ്രൈവേഴ്സിനൊക്കെ അവരെ മാസ് കാണിക്കാൻ പറ്റിയ സൂപ്പർ പ്ലേസ് ആണോ. എല്ലാവരും മാറി മാറി വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നു. ഒരു അടിപൊളി ഫീലോട് കൂടി പോകുന്ന ഒരു സ്ഥലം. തിരിച്ചു പോകുമ്പോൾ കുറേയധികം വണ്ടികൾ കൂടെ ഉണ്ടാകുന്നുണ്ടോ. കുറച്ച് പേരൊക്കെ ഇങ്ങനെ നമുക്ക് സിഗ്നലുകളും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. നമുക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു സിഗ്നലുകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ടൈമിങ് ആകുന്നതിൻ്റെ ആകും കേട്ടോ. 6 മണിക്കുള്ളിൽ നമ്മൾ അതിരപ്പള്ളിയിൽ എത്തണമെന്നുള്ളൊരു ടാർഗറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പീഡ് അങ്ങോട്ട് പോയപ്പോൾ ഒരു 40-45 പോയി, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു 50-55 ആ ഒരു സ്പീഡ് റേഞ്ച് മാറിയായിരുന്നു. ഈ കാടിനുള്ള കോടാന്ന് പറയുന്ന ഒരു വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. നമുക്കൊരു ശരിക്കും എൻജോയ് ചെയ്ത് പോകാവുന്നൊരു ടൈമിങ് ആട്ടോ.
ഇതൊരു 4:30-5 മണി ടൈമിങ്ങാണ്. പക്ഷേ കുറച്ചും കൂടി ഇന്ന് ഇരുട്ടായ ലുക്ക് ഉണ്ട്, കോടമഞ്ഞ് ആയതുകൊണ്ട് മാത്രമാണ്. എങ്കിൽ പോലും വിസിബിലിറ്റിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന റോഡാണ്. റോഡുകളെല്ലാം തന്നെ നല്ല അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാകും, നല്ല സ്ലിപ്പറി ഒന്നും അല്ല ഉണ്ടാകും. ഭയങ്കര സേഫായിട്ട് നമ്മൾ ഒത്തിരി റഷ് അടിച്ച് സ്പീഡാക്കാതിരുന്നാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും സേഫായിട്ടുള്ള റോഡ് കൂടെയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയൊരു ആനക്കൂട്ടത്തിനെ കാണാൻ പറ്റിയിട്ടു. ചെറിയ ആനക്കൂട്ടം എന്ന് പറയുന്ന ഒരു 3 ആനകളാണ് ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും അപ്പനും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും അവസാനം പോയ തള്ളേനെ മാത്രമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ, പിടിയാനേനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവർ പോയി കഴിഞ്ഞ് സെക്യൂർ ആയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം അവിടുത്തെ തന്നെ സെക്യൂരിറ്റിക്കാർ നമ്മളെ കാണിച്ചു തന്നാണ് അവർ ഈ പുഴ കിടക്കുന്നത്, ചാലക്കുടി പുഴ വളരെ ഈസി ആയിട്ട് അവരങ്ങോട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാണ്ട് വരും. കുറച്ച് ദൂരെ നിന്നാണെങ്കിൽ നമുക്ക് കാണാനൊക്കെ പറ്റി. നല്ല രസമാണ് കേട്ടോ ഈ ഒരു വിഷ്വൽ. അവരിങ്ങനെ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോകുന്നത്. ശരിക്കും നമ്മളൊരു 100-300 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ട് ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ള അടിപൊളി വിഷ്വലായിരുന്നു. ചെറിയൊരു ആനക്കൂട്ടം. ആനകളെ കാണണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വരുന്നൊരു വീഡിയോയിൽ കാണാം. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം പോയിട്ട് കുഞ്ഞൊരു വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു, സൂചിപ്പാറ. കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. നമസ്കാരം.
നമസ്കാരം ഗൈസ്.